നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ പിണറായി വിജയൻ്റെ 81ാം പിറന്നാളാണ്. ആര് മറന്നാലും ഞാൻ മറക്കാൻ പാടില്ലല്ലോ. കാരണം ഞാൻ അദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധം കേരള ജനതയ്ക്ക് അറിയാം. 2005 ഫെബ്രുവരി മാസത്തിലാണ് പിണറായി വിജയനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അത് ലാവ്ലിൻ കേസിൽ അദ്ദേഹം കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന കാര്യമാണ്. ഏകദേശം 300 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് ഞാൻ ആരോപണം ഉന്നയിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിൽ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കമ്പനിയുടെ പേരിലേക്ക് സിംഗപ്പൂർ കമ്പനിയിലേക്ക് 75 കോടി രൂപ വന്നെന്നും ഞാൻ പറഞ്ഞിരുന്നു. അത് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട, കനേഡിയൻ ഗവൺമെൻറ് കൊടുക്കേണ്ട SNC ലാവ്ലിൻ കരാറുമായി ബന്ധപ്പെട്ട് അനുബന്ധ കരാറിൽ MOയിൽ കേരളത്തിന് വരേണ്ട, അതായത് മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ നിർമ്മാണത്തിന് വരേണ്ട 75 കോടി രൂപയാണ് പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വന്നത് എന്നുള്ളതായിരുന്നു ഞാൻ പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ചു. ഏകദേശം വാർത്ത പ്രസിദ്ധീകരിച്ച് അധിക സമയം വേണ്ടി വന്നില്ല. മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഓഫീസ് ആക്രമിക്കുകയും എൻ്റെ ഓഫീസ് കത്തിക്കുകയും എൻ്റെ ഓഫീസ് ജീവനക്കാരെ മർദ്ദിക്കുകയും അതിൽ 2 പേർ ആ ഷോക്കിൽ പിന്നീട് മരിക്കുകയും ചെയ്തു. സോമൻ എന്ന് പറയുന്ന മാനേജരും അദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻ്റ് ആയിരുന്നു അദ്ദേഹം. പിന്നീട് ആ ഒരു രാജൻ എന്ന് പറയുന്ന ഒരു കാഷ്യർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സിൻസിയറായ ഒരാളായിരുന്നു. ഈ ഞെട്ടലിൽ, ഓഫീസ് ആക്രമിക്കുന്ന, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഞെട്ടലിൽ അദ്ദേഹം ഉണ്ടായിരുന്ന ഞെട്ടലിലാണ് അദ്ദേഹം പിന്നീട് മരിച്ചത്. അങ്ങനെ 2 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള പിണറായി വിജയന് ഞാൻ എങ്ങനെ മറക്കും? എന്നെ കൊട്ടേഷൻ കൊടുത്തു. അന്ന് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഇറങ്ങി. ഞാൻ പ്രസിദ്ധീകരിച്ച എല്ലാം സത്യമാണ്, രേഖകൾ പാർട്ടിക്ക് തരാൻ തയ്യാറാണ്, പാർട്ടി അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ നിന്ന് സഹായിക്കാം. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവർ ഡിസൈഡ് ചെയ്തു എന്നെ കൊല്ലാൻ വേണ്ടി. 2014 ഫെബ്രുവരി 14 പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരം ഞാൻ വർഗവഞ്ചകനായി കണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അഴിമതി പ്രസിദ്ധീകരിച്ച ഒരാൾ നിർബന്ധി എന്നെ സ്തുതിക്കുന്നതിന് പകരം, എന്താണ് അഴിമതി എന്ന് ചോദിക്കുന്നതിന് പകരം എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഹൈക്കോടതിയിൽ ഞാനൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു. പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, ആ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ആ അന്വേഷണത്തിന് ഡിക്ലെയർ ചെയ്തോടുകൂടിയിട്ടാണ് ഈ കൊട്ടേഷൻ ടീം വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ആര് ഏത് സമയത്ത് എന്ത് പറ്റിയാൽ പോലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയനാണ് എന്ന് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നെ നോക്കേണ്ടത്. അതേപോലെ ഭരണത്തിലുള്ള സമയത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നെ നോക്കേണ്ടത്. എന്നാൽ അതൊന്നും അദ്ദേഹം എന്നെ കൊല്ലാനല്ല പിന്നെ ശ്രമിച്ചത്, വേട്ടയാടാനാണ് ശ്രമിച്ചത്. ജയിലിൽ വെച്ച് കൊല്ലാനുള്ളൊരു പദ്ധതി അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം നേരിട്ടല്ല, P ശശിയായിരുന്നു. ഐസ്ക്രീം പാർലറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ ശോഭന ജോർജിനെ കുറിച്ചൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ശോഭന ജോർജിനെ കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ച സമയത്ത് P ശശിയാണ് ഈ പറയുന്ന ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചതെന്ന് 1 കോടി രൂപ വാങ്ങിയെന്നും പറഞ്ഞ് ഞാൻ കല്ലട സുകുമാരൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കല്ലട സുകുമാരൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിൽ മുസ്ലിം ലീഗ് നേതാവിൻ്റെ തെളിവുണ്ടെന്ന് കാണിക്കുന്ന രേഖയായിരുന്നു. ആ രേഖ ഞാൻ ഫുൾ പ്രസിദ്ധീകരിച്ചത് എനിക്ക് കിട്ടിയത് P ശശിയുടെ മേശയ്ക്കുള്ളിൽ നിന്നായിരുന്നു. അത് വളരെ ഭദ്രമായി സൂക്ഷിച്ച് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് 1 കോടി രൂപ വാങ്ങിയെന്നായിരുന്നു ഞാൻ പരാതി പറഞ്ഞിരുന്നത്. അതിലെനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. പക്ഷേ ഞാൻ വെല്ലുവിളിച്ചു. അതോടുകൂടി എന്നെ കൊല്ലാനുള്ള പ്ലാൻ P ശശി പ്ലാൻ ചെയ്യായിരുന്നു. ശോഭന ജോർജിൻ്റെ ഒരു കള്ളപ്പരാതി വാങ്ങി എന്നെ അർദ്ധരാത്രി 1 മണിക്ക് 1999 ജൂൺ 30 അർദ്ധരാത്രി എന്നെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നെ അറസ്റ്റ് ചെയ്തു. 1999 ജൂൺ 30 1 മണിക്ക് അർദ്ധരാത്രി എൻ്റെ കോഴിക്കോടുള്ള ആഴ്ചവട്ടത്തുള്ള വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അതേ ദിവസം അർദ്ധരാത്രി എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ശോഭന ജോർജിൻ്റെ കാസറ്റ് അടക്കം P ശശിയുടെ കാസറ്റുകളടക്കം എല്ലാം എടുത്തുകൊണ്ടുപോയി, വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയി. അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യാൻ വന്നത്. അർദ്ധരാത്രി ഓഫീസ് കയറി ഈ സാധന സാമഗ്രികൾ എടുത്തുകൊണ്ടുപോയതും. അങ്ങനെ ഞാൻ എന്തു ചെയ്തു, എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. പക്ഷേ അതിന് മുമ്പ് തന്നെ ഇതൊക്കെ വിവരങ്ങൾ എനിക്ക് നമ്മുടെ പ്രിയങ്കരനായ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായ, ഞാൻ ആ സമയത്ത് SFIയിൽ പ്രവർത്തിച്ചിരുന്നു, CP ജോൺ എന്ന് പറയുന്ന എൻ്റെ CMPയിലേക്ക് പിന്നീട് പോയി. അന്ന് SFIൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഞാൻ SFIയിലായിരുന്നു. 1980 കാലത്ത് കോഴിക്കോട് സംസ്ഥാന
CPM SFI സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ റൂട്ട് മാർച്ചിന് വേണ്ട എന്നെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റൂട്ട് മാർച്ച് എല്ലാം നടത്തിയത് CP ജോൺ. അപ്പോൾ അങ്ങനെയുള്ള CP ജോൺ കൃത്യമായ ഇൻഫർമേഷൻ തന്നതിൻ്റെ പേരിൽ ലോകായുക്തയിൽ എൻ്റെ സുഹൃത്തായ രാജശേഖരൻ നായർ പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ്, ഓൺ ദ സ്പോട്ട് ലോകായുക്ത ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് സുരക്ഷിതത്വം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ജയിലിൽ വെച്ച് എന്നെ കൊല്ലുമായിരുന്നു. അന്ന് പിണറായി വിജയനും P ശശിയും കൂടെയുള്ള പ്ലാനായിരുന്നു. അന്ന് പിണറായി വിജയൻ 1999 പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പിന്നെ പാർട്ടി സെക്രട്ടറി അന്ന് 1998 ചടയം ഗോവിന്ദൻ ഭരിച്ചവർക്ക് ഇങ്ങോട്ട് 2016 വരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. കേരളത്തെ അടക്കി വാണിരുന്ന പാർട്ടി സെക്രട്ടറി, ആരെ കൊന്നാലും ആരും ചോദിക്കാൻ ഇടയില്ലാത്ത വിധത്തിൽ അത്രയും ശക്തനായ നേതാവ്, കേരളത്തിൻ്റെ മാഫിയ തലവൻ. പിന്നീട് അദ്ദേഹം 2016 മുഖ്യമന്ത്രിക്ക് ശേഷം എന്നെ വീണ്ടും 2021 മുതൽ വേട്ടയാടി. 34 ദിവസം ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലടച്ചു. 7 ദിവസം വീണ ജോർജിൻ്റെ നേരിട്ടുള്ള പരാതിയിൽ എന്നെ ജയിലടച്ചു. അതേപോലെ 1 ദിവസം എന്നെ വേറെ കേസിൽ ജയിലടച്ചു. അങ്ങനെ 44 ദിവസമാണ് എന്നെ കള്ളക്കേസുകളിൽ കുടുക്കിയത്. എന്നോട് കേസുകളിലൊന്നും തന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, തെളിവ് എന്താണ്? ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ കൈവശം തെളിവുണ്ട്, ഇത് കള്ളക്കേസാണ്, ഇതൊന്നും കേൾക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിരുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ ഉത്തരവല്ലേ. അങ്ങനെ എന്നെ നിരന്തരം വേട്ടയാടി 13ഓളം കേസുകൾ എൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട്. കലാപണ്ടാക്കും എന്ന് പറയുന്ന 7ഓളം കേസുകളുണ്ട്. പിണറായി വിജയനെ വിമർശിച്ചാൽ അന്ന് എനിക്ക് കേസാണ്. അപ്പം പിണറായി വിജയൻ എൻ്റെ സൗഭാഗ്യമാണെന്ന് വിശ്വസിക്കാൻ കാരണം അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു സമുന്നതനായ ഒരാളെ കൃത്യമായി തെളിവോടുകൂടി വാർത്ത പ്രസിദ്ധീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. എന്തായാലും 2005 സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ഓഫീസ് ആക്രമിച്ചതിൻ്റെ 4-ാം മാസം ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്തു. അത് എന്നോട് VS അച്യുതാനന്ദൻ ഫോണിലൂടെ വിളിച്ച് നന്ദകുമാർ റെഡിയാണോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ അതിന് തയ്യാറായത്. ബാക്കി നഷ്ടപ്പെട്ട രേഖകളെല്ലാം അദ്ദേഹം PC ജോർജ് വഴി എനിക്ക് കൊടുത്തയച്ചു. അങ്ങനെയാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. അതിൽ പിണറായി വിജയൻ പ്രതിയായി. അതുകൊണ്ടാണ് 2006 കാലത്ത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ പറ്റാതെ VS അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാവേണ്ടി വന്നത്. അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ വെട്ടിമാറ്റിയിരുന്നേനെ. അങ്ങനെയുള്ള പിണറായി വിജയനെ എന്നെ മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനം തെറിപ്പിച്ച ഒരാളല്ലേ. പക്ഷെ ഞാൻ ചെയ്തത് സത്യസന്ധമായ വാർത്തയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓഫീസ് ആക്രമിച്ചതിൻ്റെ 3-ാം ദിവസം എറണാകുളത്ത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ എറണാകുളം കോർപ്പറേഷൻ CPM സെക്രട്ടറി ആയിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ജേക്കബ് വരികയും ജേക്കബ് ഫോണിൽ നിന്ന് പിണറായി വിജയൻ സംസാരിക്കുകയും ആരാണ് ഈ വാർത്ത ചോർത്തി തന്നതെന്ന് അറിയിച്ചാൽ എന്നോട് യാതൊരു വിരോധമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്തത് സത്യസന്ധമായ വാർത്തയാണ്. ഈ ബാലാന്തനായിരുന്നു എനിക്ക് വാർത്ത ചോർത്തി തന്നത്. 2016, 2021, 2026 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എന്നെ നിരന്തരമായി വേട്ടയാടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാം കള്ളക്കേസായിരുന്നു. ഒരൊറ്റ കേസ് സത്യസന്ധമായ കേസില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ള ജീവിതത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അന്തസ്സോടെ ആണത്തത്തോടെ ഞാൻ പോരാടുന്നതിന് കാരണം ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ്. സത്യസന്ധമായ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാൻ ഈ പോരാട്ടം തുടരുന്നത്. അറിയാലോ, സുപ്രീം കോടതിയിൽ ഇപ്പോഴും ഡെമോക്രസിൻ്റെ വാള് പോലെ ആ ലാവ്ലിൻ കേസ് നിൽക്കുകയാണ്. പിണറായി വിജയനെ അതിലപ്പുറത്തേ വളർന്നു. കേന്ദ്ര ഗവൺമെൻറ്റുമായി BJP-യായി ധാരണയായി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, മകളുടെ പേരിലുള്ള കരിമണലിൻ്റെ ഇതില്ലേ മാസപ്പടി കേസ്, അത് 5000 കോടി രൂപയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. അങ്ങനെയുള്ള കേസുകളിലെല്ലാം, അതേപോലെ ലൈഫ് ഇൻഷുറൻസ് തട്ടിപ്പ്, അദ്ദേഹത്തെ ഭദ്രമായി BJP സംരക്ഷിച്ചു. അത്രയും കഴിവുള്ള ഒരാൾ ലോകത്തിലുണ്ടോ? മുഖ്യമന്ത്രിയെ എല്ലാ കള്ളത്തിലും നടത്തി. മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ പിടിച്ചകത്താക്കേണ്ട BJP-യെ പിടിച്ച് അദ്ദേഹം നല്ല സൂത്രത്തിൽ ഇതായി. അദ്ദേഹത്തിന് വിദേശത്ത് 10,000 കോടി രൂപയുടെ നിക്ഷേപങ്ങളുണ്ടെന്നുള്ള രേഖ എൻ്റെ കൈവശമാണ് കിട്ടിയത്. അത് ഞാൻ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എന്നെ കള്ളക്കേസിൽ കുടുക്കി എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്ത് ആ രേഖ കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ എന്നെ എല്ലാ തരത്തിലും വേട്ടയാടുമ്പോഴും ഞാൻ അപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു, പിണറായി വിജയൻ കള്ളനാണ്, പെരുങ്കള്ളനാണ്, മാഫിയ തലവനാണ്. മാഫിയ തലവൻ എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ജസ്റ്റിസ് സുകുമാരൻ്റെ ഹൈക്കോടതി കേസിൽ കൃത്യമായി പറയുന്നുണ്ട്. അതേപോലെ അദ്ദേഹം കൊള്ളക്കാരനാണ്, അഴിമതിക്കാരനാണ്. ഇത്രയും സമർത്ഥമായി കള്ളത്തരം ചെയ്തിട്ടും കൊള്ള ചെയ്തിട്ടും അദ്ദേഹം 81-ാം വയസ്സിലും സുഗമമായി യാതൊരു പ്രശ്നവുമില്ലാതെ കഴിഞ്ഞുകൂടുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിച്ച് അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ജന്മദിനാശംസകൾ നൽകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഇനിയും കൊള്ളയും തട്ടിപ്പും എല്ലാം നടത്തി പാർട്ടിയെ വഞ്ചിച്ച് ജനങ്ങളെ വഞ്ചിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും 1000